ഈ പ്രാവശ്യത്തെ എല്ലാ ടാസ്കിലും ഏതെങ്കിലുമൊക്കെ ടിസ്റ്റ് ഒളിപ്പിച്ച് വയ്ക്കാൻ ബിഗ് ബോസ് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലൊരു ടിസ്റ്റായിരുന്നു ഇന്നും നടന്നത്. ഈ പ്രകടനത്തിലെല്ലാം തന്നെ അനീഷ് വളരെ പിന്നിലായിരുന്നു. അപ്പം അനീഷും ശാരികയും പുറത്താകും എന്ന് തന്നെയായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത്. അപ്പം 4ാമത്തെ ടാസ്ക് വന്നു കഴിഞ്ഞപ്പം ബിഗ് ബോസ് ഒരു ടിസ്റ്റുമായിട്ട് വന്നു. മറ്റുള്ളവരുടെ സഹായത്തോടല്ലേ നിങ്ങൾ ഗെയിം കളിച്ചത്, ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഗെയിം കളിച്ച് വിജയിക്കാം എന്ന് പറഞ്ഞെടുത്ത് അനീഷിൻ്റെ പ്രകടനം ഗംഭീര പ്രകടനമായിരുന്നു. അനീഷിനെ പറ്റി പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് അനീഷ് വായിട്ടലയ്ക്കുന്നവൻ, അതുപോലെ ചൊറിയുന്നവൻ എന്നങ്ങനെയുള്ള പേരായിരുന്നു. വേറെ ഗെയിമിലും ടാസ്കിലും ഒന്നും വലിയ പ്രകടനമൊന്നും കാഴ്ചവെക്കത്തില്ല എന്നൊക്കെയായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതിനെയൊക്കെ കവച്ചു വെക്കുന്ന ഒരു പ്രകടനമായിരുന്നു അനീഷ് കാഴ്ചവെച്ചത്. ഈ കോയിൻ എടുക്കുക ഇങ്ങനെയുള്ള ഗെയിം തന്നെയായിരുന്നു കൊടുത്തത്. പെട്ടെന്ന് ഓടി വരണം, അതുപോലുള്ള മറ്റുള്ളവരുടെ കോയിന് കരസ്ഥമാക്കാം, ആദ്യമേ ബഫർ അമർത്തുക, ഇതൊക്കെയായിരുന്നു ടാസ്കിൻ്റെ നിയമം. പക്ഷേ അനീഷ് ആദ്യത്തേതും 2ാമത്തതും ജയിച്ച് അനീഷ് തൻ്റെ അജ്ഞാതവാസം ഒഴിവാക്കുന്നതാണ് കണ്ടത്. സത്യം പറഞ്ഞാൽ ബാക്കി എല്ലാ ഗെയിമിലും 3 ഗെയിമിലും അനീഷ് ദയനീയമായി പരാജയപ്പെടുന്നതാണ് കണ്ടത്. അതിലെല്ലാം തന്നെ മറ്റുള്ളവരാണ് അനീഷിന് വേണ്ടി കളിച്ചത്. അവസാനം ബിഗ് ബോസ് തന്നെ തീരുമാനിക്കുന്നു അനീഷിന് വേണ്ടി തന്നെ കളിക്കട്ടെ എന്ന് തീരുമാനം എടുക്കുന്നിടത്താണ് വമ്പൻ ടിസ്റ്റ്. ഏതായാലും മികച്ച പ്രകടനത്തോടെയാണ് അനീഷ് 1ാം സ്ഥാനത്തെത്തുന്നത്. അങ്ങനെ ബാക്കി ഒനിയൻ സാബുവും ശാരികയുമാണ് പുറത്തായത്. ഏതായാലും വമ്പൻ ടിസ്റ്റ് തന്നെയായിരുന്നു. അവിടുത്തെ മത്സരാർത്ഥികൾ ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ടിസ്റ്റ്. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് അനീഷ് പുറത്താകും എന്നൊക്കെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അജ്ഞാതവാസമാണ്. കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇവർ തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ബിഗ് ബോസിനെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായിട്ടറിയാം അനീഷ് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മരണവീടിന് തുല്യമായി മാറും, യാതൊരു കണ്ടൻറ്റും ഒന്നും കിട്ടാതെ അവർ തന്നെ വിഷമിക്കും എന്നറിഞ്ഞതുകൊണ്ടാകാം ഇങ്ങനെ ഒരു ടിസ്റ്റ് കൊടുത്തത്. ഏതായാലും ഗംഭീര പ്രകടനമാണ് അനീഷ് കാഴ്ചവെച്ചത്. ഇനിയും കണ്ടമാനം വായിട്ടരയ്ക്കുന്നവൻ മാത്രമാണ് അനീഷ് എന്നുള്ള പേരുദോഷം ഏതായാലും അനീഷ് ഈ ഗെയിമിലൂടെ മറികടന്നിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. ഏതായാലും ശാരികയും ഒനിയൻ സാബുവും പുറത്തേക്ക് പോയിരിക്കുന്നു. അജ്ഞാതവാസം കഴിഞ്ഞ് അവർ എന്ന് തിരിച്ചു വരും എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം.